പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഈ വെക്കേഷൻ കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഓടിയെത്തുന്നത് എന്ന് പറയുന്നത് ഏതെങ്കിലും പുതിയ റിലീഫും ഉണ്ടോ എന്നുള്ളതാണ്. പിന്നെ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ മോഹൻലാൽ ചിത്രങ്ങളുണ്ടോ എന്ന് തിരക്കും, മമ്മൂട്ടി ഇഷ്ടപ്പെടുന്നവർ മമ്മൂട്ടി ചിത്രങ്ങളുണ്ടോ എന്ന് തിരക്കും. കാരണം വെക്കേഷനാണ് മിക്കവാറും എല്ലാ സിനിമകളും കണ്ട് ആറാടുന്ന സമയം. ഈ പ്രാവശ്യം വെക്കേഷൻ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. ദൃശ്യം 3. എനിക്ക് തോന്നുന്നു 2026 ഏറ്റവും വലിയ റിലീഫാവും ദൃശ്യം 3 എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുന്നത്. ദൃശ്യത്തിനോടൊപ്പം മറ്റൊരു ചിത്രവും റിലീഫാവുന്നുണ്ട്. അത് മാർച്ച് 19-നാണ്. കാരണം ആട് 3, ദൃശ്യം 3 ഈ രണ്ട് ചിത്രങ്ങളും വലിയ ഫാമിലുള്ള ചിത്രങ്ങളാണ്. ആട് 3യെ പറ്റിയുള്ളത് ആട് 1 വൻ വിജയം അല്ലായിരുന്നു. അതിന് ശേഷമായിരുന്നു ആടിനെ പറ്റിയൊക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ ആട് 2 വമ്പൻ വിജയമാകും. അതിനുശേഷമാണ് ആട് 3 വരുന്നത്. ജയസൂര്യയുടെ കരിയറിലെ തന്നെ ഒരു മികച്ച കഥാപാത്രമായിട്ട് ആട് 3 ഇങ്ങനെ വിലസുകയാണ്. ഇനി ആട് 3, ആട് 4 ഒക്കെ ഉണ്ടാകാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആട് 3യുടെ വിജയത്തെ ആസ്പദമാക്കിയിരിക്കും. വമ്പൻ റിലീഫുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആട് 3യും ഒരുങ്ങുന്നത്. മാർച്ച് 19-നാണ് റിലീഫ് ചെയ്യാൻ പോകുന്നത്. തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻ്റൊക്കെ ഏകദേശം സൈൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൽ നിന്ന് അഡ്വാൻസായി വാങ്ങുന്നത് 2 ലക്ഷം രൂപയാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ അനേകം തിയേറ്ററിലുണ്ട്. ചിത്രം റിലീഫ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ചയെങ്കിലും തിയേറ്ററിൽ ഓടിക്കണം എന്ന ഒരു നിബന്ധനയും വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. അതിനിടയിലാണ് ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയും കൊണ്ട് വരും. ദൃശ്യം 3 വേണമെങ്കിൽ അഡ്വാൻസായിട്ട് തിയേറ്റർ ഉടമകൾ 5 ലക്ഷം രൂപ വരെ അഡ്വാൻസ് കൊടുക്കാൻ തയ്യാറാകണം. 5 ലക്ഷം രൂപ വരെ. ആട് 3ക്ക് 2 ലക്ഷം ആണെങ്കിൽ ദൃശ്യത്തിന് അതിൻ്റെ ഇരട്ടിയിൽ കൂടുതലുള്ള തുക അഡ്വാൻസ് ബുക്കിങ്ങിന് വേണ്ടി വരും. അതുപോലെ തന്നെ വമ്പൻ റിലീഫാണ് ദൃശ്യം 3 പ്ലാൻ ചെയ്യുന്നത്. ഒരുപക്ഷെ എമ്പുരാൻ സ്റ്റൈലുള്ള ഒരു പ്രൊമോഷനും എമ്പുരാൻ സ്റ്റൈലിലുള്ള ഒരു ബുക്കിങ്ങും ഒക്കെ ആയിരിക്കാം നമ്മൾ കാണാൻ പോകുന്നത്. ദൃശ്യം 3ക്ക് സംബന്ധിച്ച് മലയാളത്തിലെ ഒരു മലയാള സിനിമ എന്താണെന്ന് വിദേശികൾക്ക് കാണിച്ചു കൊടുത്തൊരു സിനിമയാണ് ദൃശ്യം. കാരണം മറ്റനേകം ചിത്രങ്ങൾ ഉണ്ടാകാം. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട അന്യനാട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒത്തിരി ചിത്രങ്ങളുണ്ടാകും. പക്ഷേ പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ദൃശ്യം 3ക്ക് വേണ്ടി മലയാള സിനിമയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമേൽ പോപ്പുലറായി മാറി ജോർജ് കുട്ടിയും കുടുംബവും. കാരണം കൊറിയയിലായാലും ചൈനയിലായാലും ഇതിന് ആരാധകരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. അതുകൊണ്ടാണല്ലോ ദൃശ്യം 3 ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ സ്റ്റുഡിയോയായ പനോരമ സ്റ്റുഡിയോ അത് വിലയ്ക്ക് വാങ്ങുന്നത്. ഏകദേശം 360 കോടി രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തലയിൽ കൈവച്ച് പോയി. അത്രമേൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത തുകയാണ് 360 കോടി എന്നുള്ളത്. ഏതായാലും പനോരമ സ്റ്റുഡിയോ ഇത് ഹിന്ദിയിൽ ഇറക്കുന്നുണ്ട്. അത് ഒക്ടോബർ 2-ാം തീയതിയാണ് ഇറക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഏപ്രിൽ 2-ാം തീയതി നമ്മുടെ മുമ്പിൽ ചിത്രം എത്തുന്നു. നമ്മുടെ ജോർജ് കുട്ടി, മലയാളത്തിൻ്റെ മാത്രം ജോർജ് കുട്ടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം വമ്പൻ ആഘോഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല തിയേറ്ററിലും ലോക്കായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. ബാക്കി വെക്കേഷൻ ചിത്രങ്ങൾക്കൊന്നും തിയേറ്റർ ഇല്ലാത്ത അവസ്ഥ. അതുപോലെ അഡ്വാൻസായിട്ട് 5 ലക്ഷം രൂപ വരെ തിയേറ്റർ ഉടമകൾ കൊടുക്കണം. മറ്റൊരു നിബന്ധന എന്ന് പറയുന്നത് ചിത്രം റിലീഫായതിനു ശേഷം 4 ആഴ്ചയെങ്കിലും തിയേറ്ററിൽ ഓടണം എന്നുള്ള നിബന്ധനയുമുണ്ട്. ഈ വമ്പൻ നിബന്ധനകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പം ചർച്ച ചെയ്യുന്നത്. മറ്റൊരു ചിത്രത്തിന് പോലും ഇങ്ങനെ നിബന്ധന വെച്ച് തിയേറ്റർ ഉടമകളുടെ മുമ്പിൽ വിലവെക്കാൻ പറ്റില്ല. കാരണം അത്രമേൽ ദൃശ്യം ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാകുന്നു. ദൃശ്യം എങ്ങനെ എടുത്താലും അതിന് ആവറേജ് ഹിറ്റാകും എന്ന് ഏകദേശം ഉറപ്പാണ്. കാരണം പോസിറ്റീവ് കിട്ടിയാലും നെഗറ്റീവ് കിട്ടിയാലും ഒരു ആവറേജ് ഹിറ്റാകും എന്ന് തന്നെയാണ് ഉറപ്പ്. അതിൻ്റെ മുടക്കുമുതൽ വളരെ കുറവായിരിക്കും. നമുക്കറിയാമല്ലോ. ഒന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പം ഇതിന് പോസിറ്റീവ് കിട്ടിയാൽ വേറെ രക്ഷയൊന്നുമില്ല. 500 കോടിയിലൊക്കെ ചിത്രം ചെന്ന് നിൽക്കും എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അത്രയും വരെയൊക്കെ പോവാം അല്ലേ?
കാരണം അത്രമേൽ ദൃശ്യം 3 എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അന്യഭാഷയിലായാലും കേരളത്തിലായാലും ദൃശ്യത്തിന് ഒരു പ്രത്യേക എന്താ പറയുക ഫാൻ പേജ്. ദൃശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഫാൻസ് അതുപോലെ മമ്മൂട്ടി ഫാൻസ് എന്ന് പറയുന്ന പോലെ തന്നെ ദൃശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു ആരാധക വൃന്ദമുണ്ട്. അത് മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ഉണ്ടാകത്തില്ല. എനിക്ക് തോന്നുന്നു ഫീബിയ ഡയറക്കുറിപ്പ് ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട്. അത് മമ്മൂട്ടി ആരാധകരുണ്ടും മോഹൻലാൽ ആരാധകരും ഒക്കെ ഉണ്ട് ഫീബിയ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുക്കും ഒരുപടി മുമ്പിലാണ് ദൃശ്യം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആരാധകരുണ്ട് എന്നുള്ളത്. അത് പല നടന്മാരുടെ ആരാധകരുണ്ട്, പല നടന്മാരുണ്ട് ദൃശ്യം ഇഷ്ടപ്പെടുന്ന. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല ചിത്രങ്ങളുടെ പ്രൊമോഷനും ഒക്കെ ആയിട്ട് പോകുമ്പോഴും ഒരു ചോദ്യം എന്ന് പറയുന്നത് ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട ജിത്തുവിനോടായാലും മറ്റു പല നടന്മാരോടായാലും ദൃശ്യത്തിൽ അഭിനയിച്ച ദൃശ്യത്തിൽ മുഖം കാണിച്ച ഒന്ന് എത്തി നോക്കിയിട്ടുണ്ടെങ്കിലും പോലും എല്ലാവരും ചോദിക്കുന്നത് ദൃശ്യത്തെ പറ്റിയാണ്. അത്രമേൽ മലയാളികൾ ഇഷ്ടപ്പെടുന്നൊരു ചിത്രമായിട്ട് ദൃശ്യം മാറിയിട്ടുണ്ട്. അപ്പം ദൃശ്യം 3ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, വമ്പൻ റിലീഫാണ്. അപ്പം ഏപ്രിൽ 2-ാം തീയതി ദൃശ്യം മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കീഴടക്കും എന്ന് 100% ഉറപ്പാക്കാം. ആ വമ്പൻ റിലീഫിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.